വെളിപാടിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ തിരുവചനം. അവർ ഒരു നവീഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും, യേശുവിനെ കുറിച്ചാണ് പറയുന്നത്, നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിലുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. അവൻ വധിക്കപ്പെട്ടു. അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ള എല്ലാ ഭാഷകളിലും എല്ലാ ജനതകളിലും എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങി. നമ്മൾ തിരിച്ചറിയ മാനവരാശിയെ മുഴുവൻ യേശു തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞു. യേശുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെടാത്ത ഒറ്റ വ്യക്തി പോലും ഈ ഭൂമണ്ഡലത്തിലില്ല. ഇവിടെ ഹിന്ദുവും മുസൽമാനും എല്ലാ മതസ്ഥരും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ. അവൻ തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് പിതാവിന് വേണ്ടി വിലയ്ക്ക് വാങ്ങിയതാ. ആ സത്യം അവരെന്നറിഞ്ഞ് യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മതി. ഹല്ലേലൂയ. എല്ലാ ഗോത്രങ്ങളിലും എല്ലാ ഭാഷകളിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അവൻ ദൈവത്തിനു വേണ്ടി തൻ്റെ രക്തം കൊടുത്തുകൊണ്ട് വിലയ്ക്ക് വാങ്ങി. കാൽവരിയിൽ യേശു തൻ്റെ രക്തം കൊടുത്തു. ആ ക്രൂശിൽ അവൻ ചിന്തിയ ആ ഓരോ രക്തവും തുള്ളിയും മനുഷ്യരാശിയുടെ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. ഗെത്സമനിയിൽ തുടങ്ങിയ രക്തത്തിൻ്റെ ഒഴുക്ക അവിടെ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ കാഠിന്യമോർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വെച്ച് രക്തം ഒഴുകുക. ഗെത്സമൻ മുതൽ കാൽവരി വരെ ഒഴുകിയ രക്തം മനുഷ്യരാശിയുടെ മുഴുവൻ സമ്പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു. സാത്താന്റെ അടിമത്തത്തിൽ നിന്ന് ജനത്തെ മോചിപ്പിച്ചു. ശാപത്തിന്റെ ചങ്ങലകളിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. ഗലാത്യ 3:13-14. ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു. എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതിയിരിക്കുന്നു. അബ്രാഹത്തിൽ ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയിലേക്ക് വ്യാപിക്കേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നമ്മൾ പ്രാപിക്കേണ്ടതിനുമാണ് പ്രകാരം സംഭവിച്ചത്. എല്ലാ ശാപത്തിൻ്റെ മുഖങ്ങളെയും ക്രിസ്തു കുരിശിൽ തകർത്ത് കഴിഞ്ഞു. കുരിശിൽ ക്രിസ്തു നമ്മുടെ ശാപം ഏറ്റെടുത്തു കഴിഞ്ഞു. നീയും ഞാനും നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ശാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിക്കുക. ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന വ്യക്തി ശാപത്തിൻ്റെ അടിമത്തത്തിലല്ല. യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ ശാപത്തിൻ്റെ ചങ്ങലകൾ തകർക്കപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ സ്വന്തമാക്കി കഴിയുമ്പോൾ എല്ലാ ശാപത്തിൻ്റെ മുഖങ്ങളും ചങ്ങലകളും തകർക്കപ്പെടുന്നു. നീ സ്വതന്ത്രനാകുന്നു. അബ്രാഹത്തെ അനുഗ്രഹിച്ചതുപോലെ ദൈവം നമ്മളെയും അനുഗ്രഹിക്കും. ഹല്ലേലൂയ. 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്ന് ഉള്ളവനാണ്. എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് യേശു വന്നത്. ഹെബ്രായ ലേഖനം 2:15. ഹെബ്രായ ലേഖനം 2:15. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ, വാക്കൊന്ന് ശ്രദ്ധിച്ചേ, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാച് തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ
ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. 14-ാമത്തെ വചനം പറയുന്നു, മക്കൾ ഒരേ മാംസത്തിലും രക്തത്തിലും ഭാഗങ്ങളാക്കുന്നത് പോലെ അവനും അവയിൽ ഭാഗമാക്കായി. അത് മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ യേശു കാൽവരി കുരിശിൽ പൂർണ്ണമായിട്ട് തകർത്തു. മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ, ക്രിസ്തു തൻ്റെ മരണത്താൽ നശിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മരണത്തോടുകൂടി സാത്താൻ്റെ ആധിപത്യം, മരണത്തിൻ്റെ മേലുള്ള ആധിപത്യത്തെ ക്രിസ്തു തകർത്തു. ഹല്ലേലൂയ. മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. മരണം എങ്ങനെ കടന്നു വന്നത്? ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തതിലൂടെയാണ് മരണം കടന്നു വന്നത്. ഹല്ലേലൂയ. ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തതിലൂടെയാണ് മരണം ലോകത്തിൽ കടന്നു വരുന്നത്. ആദ്യ മനുഷ്യൻ ആദം, പിന്നെ ആദത്തിൻ്റെ വാരിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഹൗവയാണ് ആദ്യം പാപം ചെയ്യുന്നത്. അവിടെ പാപത്തിലൂടെയാണ് മരണം കടന്നു വരുന്നത്. മരണം കടന്നു വരാനുള്ള കാരണക്കാരൻ പിശാചാണ്. ഈ പിശാചിന്, മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ കുരിശിൽ കർത്താവ് പൂർണ്ണമായിട്ട് തോൽപ്പിച്ചു. ക്രിസ്തു ശാപമേറ്റെടുത്തു. ഇനി നമുക്കറിയാം 1 പത്രോസ് 2:24, 1 പത്രോസ് 2:24. അപ്പോൾ മരണത്തിൻ്റെ മേൽ ആധിപത്യം യേശുവിനാണ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം ക്രിസ്തു സ്വന്തം ശരീരത്തിൽ വഹിച്ചു. പാപം മാത്രമല്ല, നമ്മുടെ മേലെ ശാപങ്ങൾ, രോഗങ്ങൾ എല്ലാം അവൻ ശരീരത്തിൽ വഹിച്ചു. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യാ 53:4-5 വചനങ്ങൾ. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്. നമ്മുടെ വേദനകളാണ് അവൻ യഥാർത്ഥത്തിൽ വഹിച്ചത്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്യുമെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഹല്ലേലൂയ. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം. അപ്പോൾ നമ്മുടെ വേദനകൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ എല്ലാം യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു. ശാപം ഏറ്റെടുത്തു, മരണത്തെ തോൽപ്പിച്ചു, പിശാചിനെ തോൽപ്പിച്ചു. അവ കുരിശിൽ വലിയ ഒരു വിജയമാണ് യേശു നേടിയെടുത്തത് മനുഷ്യ വംശത്തിന് വേണ്ടി. കൊളോസോസ് 2:14-15. കൊളോസോസ് 2:14-15. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. കൊണ്ട് കുരിശിൽ അവൻ നമുക്കിതിലുള്ള എല്ലാ ലിഖിത നിയമങ്ങളെ കുരിശിൽ തറച്ചു, നിഷ്കാസനം ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും, പിശാചിൻ്റെ ആധിപത്യം, അവൻ്റെ അധികാരത്തെയും അവൻ നിരായുധമാക്കി. അതെല്ലാം ആയുധമില്ലാത്തവനാണ് ഇപ്പോൾ പിശാച്. നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ, പിശാചിന് മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഹേളന പാത്രങ്ങളാക്കി. അവളെല്ലാറ്റിൻ്റെ മേൽ കുരിശിൽ യേശുക്രിസ്തു വിജയം നേടിക്കഴിഞ്ഞു. അവൾ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ മാനവരാശിക്ക് മുഴുവൻ രക്ഷയുണ്ട്. ആര് യേശുവിനെ സ്വന്തം രക്ഷകനായി, നാഥനായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അവർക്ക് നിത്യരക്ഷയുണ്ട്, നിത്യജീവനുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു പറയുന്നുണ്ട്, ഞാൻ ആൽഫായും ഒമേഗായുമാകുന്നു, ആദ്യവും അന്ത്യവും ഞാനാണ്. ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ആദ്യവും അന്ത്യവും ഞാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, പരിശുദ്ധാത്മാവേ നന്ദി.
വെളിപാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു 1:10, 1:8. ആയിരിക്കുന്നവനും ആയിരുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനുമായ കർത്താവായ ദൈവം അരുളിച്ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാണ്. ആദിയും, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്, ആൽഫ ആൻഡ് ഒമേഗയാണ് ഞാനാണ് ആദി, ഞാനാണ് അന്ത്യം, ഞാനാണ് ജീവൻ, ഞാനാണ് സത്യം, ഞാനാണ് പുനരുത്ഥാനം, എല്ലാം ഞാനാണ്. ഞാൻ ജീവന്റെ അപ്പമാണ്. ഐ ആം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ്. ഞാൻ ജീവന്റെ അപ്പമാണ്. ഐ ആം ദ ഡോർ. ഞാനാണ് വാതിൽ. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. ഞാൻ നല്ല ഇടയനാണ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ യേശു പറയുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ എല്ലാം പറയുന്നത് ഐ ആം എന്നാണ്. ഐ ആം ദ ലോർഡ്, ഐ ആം ദ വേ. ഐ ആം എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് ഞാൻ. അതിൻ്റെ അർത്ഥം കിടക്കുന്നത് പുറപ്പാട് പുസ്തകത്തിലാണ്. മോശ ഇങ്ങനെ കാണുകയാണ്, ആടിനെ മേച്ച് ചെല്ലുമ്പോൾ ഇങ്ങനെ അഗ്നി കത്തുന്നു. ഹോറേബ് മലയിൽ ഒരു ചെടി, പക്ഷെ ചെടി കത്തുന്നില്ല, അഗ്നി ഇങ്ങനെ കത്തുന്നത് കാണുകയാണ്. അത് കണ്ടപ്പോൾ അടുത്ത് ചെല്ലാൻ നോക്കി. അപ്പോൾ ഒരു സ്വരം കേൾക്കുകയാണ്, നിൻ്റെ കാലിലെ ചെരുപ്പ് അഴിച്ച് മാറ്റുക. പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നത് 3-ാമത്തെ അധ്യായത്തിലാണ്. പുറപ്പാട് 3-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2 വചനങ്ങളാണ് കാണുന്നത്. അവിടെ ഒരു മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ ജ്വലിച്ച് ഉയർന്ന അഗ്നിയിൽ കർത്താവിൻ്റെ ദൂതനോട് പ്രത്യക്ഷപ്പെട്ട് അവൻ നോക്കി. മുൾപ്പടപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. അപ്പോൾ മോശ പറഞ്ഞു, ഈ മഹാദൃശ്യം ഞാൻ അടുത്തുനിന്ന് കാണട്ടെ. മുൾപ്പടപ്പ് എരിഞ്ഞ് ചാമ്പലാകുന്നില്ലോ. അവനത് കാണുന്നതിന് അടുത്തു ചെല്ലുന്നതിന് കർത്താവുണ്ട്. മുൾപ്പടപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം അവനെ വിളിച്ചു, മോശേ, മോശേ. അവൻ വിളി കേട്ടു, ഇതാ ഞാൻ. അവിടുന്ന് അഴിച്ചതു, അടുത്തു വരരുത്, നിൻ്റെ ചെരുപ്പ് അടിച്ചു മാറ്റുക. എന്തുകൊണ്ടെന്നാൽ നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അടുത്തു വരരുത്, കർത്താവ് പറയുക, അടുത്തു വരരുത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ലാൻഡ് അല്ല പ്ലേസ് എന്ന് പറയാം. നീ നിൽക്കുന്ന സ്ഥലം അത് പരിശുദ്ധമാണ് എന്ന് പറഞ്ഞേ. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് പറഞ്ഞേ. യഹോവയായ ദൈവം മോശയോട് പറയുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. അവിടെ സ്ഥലത്തിനാണ് പ്രാധാന്യം. സ്ഥലം പരിശുദ്ധമാണ്. സ്ഥലം അത് പഴയ നിയമം. ഇനി പുതിയ നിയമത്തിലേക്ക് നമുക്ക് വരാം, കാണാം. ഇവിടെ ഇത് കണ്ടുകഴിയുമ്പോഴത്തേക്കും മോശ വിധിക്കുന്നു, ദൈവമേ അങ്ങാരുടെ വചനം 3:14. പുറപ്പാട് 3:14, 13 മുതൽ വായിച്ചു. മോശ ദൈവത്തോട് പറഞ്ഞു, ഇതാ ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്താണ്? അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? മോശയോട് ദൈവം അരുളിച്ചെയ്തു, ഞാൻ തന്നെ ഇസ്രായേൽ മക്കളോട് നീ പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുന്നു. ഞാൻ ആകുന്നവൻ ഞാൻ, ഐ ആം ദാറ്റ് ഐ ആം. ഞാൻ ആകുന്നവൻ ഞാൻ എന്ന് ചെന്ന് പറയാ, ഞാൻ ഐ ആം. പുതിയ നിയമത്തിലേക്ക് നോക്കിയേ, യേശു പറയാ, ഐ ആം ദ ബ്രെഡ് ഓഫ് ദ ലൈഫ്, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ ലൈഫ്. അങ്ങനെ എല്ലാം യേശു പറയാ, ഐ ആം, ഐ ആം, ഐ ആം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് മോശയോട് പറയുക. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വലിയൊരു മാറ്റം സംഭവിക്കുക, വലിയൊരു മാറ്റം സംഭവിക്കുന്നു. അതെന്താണെന്നറിയാമോ? പൗലോസ് പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഞങ്ങൾ ദൈവാത്മാവിൻ്റെ ആലയമാ. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. 1 യോഹന്നാൻ 4:4, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ ശക്തനാണ്. നിന്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. നിന്റെ ഉള്ളിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവം നിന്റെ ഉള്ളിൽ ഉണ്ട്. അപ്പം കഥ മാറി. പഴയ നിയമത്തിൽ നീ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിന് പ്രാധാന്യമെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ നിനക്കാണ് പ്രാധാന്യം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, ദൈവാത്മാവിൻ്റെ ആലയമാണ്.
ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങൾ. നിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധ. നീ എവിടെ നിൽക്കുന്നോ അവിടെ പരിശുദ്ധ. നിന്നെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനാകണം. ഇവിടെ നീ എവിടെ ചെന്നാലും അവിടെ പരിശുദ്ധമായിട്ട് മാറുക. നിന്റെ സാന്നിധ്യം അവിടെ പരിശുദ്ധിയുടെ ഒരു പരിമളമായിട്ട് മാറുന്ന ഒരു പുതിയ നിയമത്തിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത്. പഴയ നിയമത്തിൽ ആ സ്ഥലത്തിനാണ് പ്രാർത്ഥന. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. ചെരുപ്പടിച്ചു മാറ്റാൻ. ഹല്ലേലൂയ. ഇന്ന് നീ ചെരുപ്പൊന്നും അഴിച്ചു മാറ്റണമെന്നേ. നീ എവിടെ ചെന്നു നിന്നാലും നീ നിൽക്കുന്നിടം പരിശുദ്ധ. കാരണം നിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ദൈവം, ഉയർത്തുന്നിട്ട കർത്താവ് ഉണ്ട്. നിൻ്റെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയം. നിങ്ങൾ രാജകീയ പുരോഹിതമാണ്. യു ആർ എ റോയൽ പ്രീസ്റ്റ്. രാജകീയ പുരോഹിത ഗണത്തിൽപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളാരും മോശക്കാരല്ല. അത് നീ എവിടെ നിൽക്കുന്നോ അവിടം ദൈവസാന്നിധ്യം കൊണ്ട് നിറയണം. ഇതാണ് പുതിയ നിയമം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ആഴപ്പെട്ട ഒരു ബന്ധത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ക്രൈസ്തവ ജീവിതമെന്ന് പറയുന്നത് എന്തെങ്കിലും നേർച്ച കാഴ്ച കൊടുക്കുന്നതോ എന്തെങ്കിലും കുറേ കർമ്മം ചെയ്യുന്നതൊന്നുമല്ല. ഈശോയുമായിട്ടുള്ള ഒരു പേഴ്സണൽ ബന്ധമാണ്. ഈശോയെ നമുക്ക് സ്നേഹിക്കാം, യേശുവിനെ സ്വന്തമാക്കാം, യേശു മാത്രമാണ് കർത്താവെന്ന് നമുക്ക് പ്രഘോഷിക്കാം. നമ്മുടെ ജീവിതം കൊണ്ട് അനേകരെ യേശുവിനെ നമുക്ക് നേടണം. നിങ്ങൾ യേശു തരുന്ന അനുഗ്രഹവും നന്മകളും വാങ്ങിയിട്ട് ഇവിടെ നിന്ന് പോയിട്ട് യേശുവിനെ മറന്നു പോകരുത്. യേശുവിലേക്ക് അനേകരെ നയിക്കുന്നവരായിട്ട് തന്നെ മാറണം. എവിടെയും നമുക്ക് പറയണം, എൻ്റെ യേശു മാത്രമാണ് ഏക സത്യദൈവം, അവനാണ് ഏക രക്ഷകൻ, അവൻ മാത്രമാണ് ദൈവം. ഇത് പറയാൻ നമുക്ക് പറ്റട്ടെ. കർത്താവ് നിങ്ങളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.